നമുക്കൊക്കെ ഏറെ ഇഷ്ടമാണ് വിവാഹ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാനും അവിടുത്തെ ഭക്ഷണത്തിലുമൊക്കെയും അവരോടൊപ്പം പങ്കാളികളാകുവാനും. അത്തരത്തിലുള്ള ഒരു വിവാഹ സൽക്കാരം 2000 വർഷങ്ങൾക്ക് മുൻപ് ഗലീലയിലെ കാനാവിൽ നടക്കുകയാണ്. മണവാളനെ പറ്റിയോ മണവാട്ടിയെ പറ്റിയോ ഒന്നും തന്നെ പരാമർശിക്കാതെ നമ്മുടെ വലിയ ചിന്താഭാരമായിരിക്കുന്ന ഭക്ഷണം തന്നെയാണ് അന്നും ഒരു വലിയ ചിന്താഭാരമായി നിലനിൽക്കുന്നത്. ഏവർക്കും സുപരിചിതമായ കഥയാകുന്നുവല്ലോ എന്ന് മനസ്സിലാക്കുന്നു. ഏറെ വിശിഷ്ടമായിരിക്കുന്ന, ഏറെ പ്രാധാന്യം യഹൂദന്മാർ നൽകിയിരുന്നതായ വിവാഹ സൽക്കാരത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നതായ വീഞ്ഞിന്റെ അഭാവം ആ ഭവനത്തിൽ നിൽക്കുകയാണ്. സത്യത്തിൽ വളരെ സമ്പന്നമാണ് ഈ ഭവനം. എന്തുകൊണ്ടാണ്? കാരണം ആ ഭവനത്തിൽ യേശു ഉണ്ട്. യേശു മാത്രമല്ല, യേശുവിൻ്റെ അമ്മയുണ്ട്. യേശു മാത്രമല്ല, യേശുവിൻ്റെ അമ്മ മാത്രമല്ല, ശിഷ്യന്മാരും ഉണ്ട്. നിറഞ്ഞ ഒരു ഭവനത്തിലാണ് ഈ കല്യാണ വിരുന്ന് നടക്കുന്നത്. യേശുവും യേശുവിൻ്റെ അമ്മ മറിയവും അവൻ്റെ ശിഷ്യന്മാരും അടങ്ങുന്ന ഒരു നല്ല സമൂഹം ഈ ഭവനത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ മറിയം തിരിച്ചറിയുന്നത് അവിടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലും എപ്പോഴും കുറവുകൾ തിരിച്ചറിയുന്നത് അമ്മമാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഭവനത്തിലും അങ്ങനെ തന്നെയാണ്, എൻ്റെ ചുറ്റിലും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഉള്ള ഒരു വലിയ പ്രത്യേകത, കുറവിനെ തിരിച്ചറിയുന്ന ഒരു അമ്മയും കുറവ് നികത്തുന്ന ഒരു അപ്പനും ഉണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. കുറവിനെ തിരിച്ചറിയുന്ന ഒരു അമ്മയും ആ കുറവിനെ നികത്തുന്ന ഒരു അപ്പനും അവിടെ ഉണ്ട് എന്നും ആ അമ്മയും ആ യേശുവും നമുക്ക് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവമാതാവിനെ സഭയുടെ മധ്യസ്ഥ ഗണത്തിന്റെ ആദ്യത്തെ വ്യക്തിയായി കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഏത് കുറവുകളിലും അമ്മ ഇടപെട്ടുകൊണ്ട് അതിന് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് നമ്മെയും ക്രിസ്തുവിനെയും യോജിപ്പിക്കുന്ന തലങ്ങളിലേക്ക് ആ സ്ത്രീരത്നം അവിടെ നിൽക്കുകയാണ്. അമ്മയുടെ മരണത്തെ പറ്റിയൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നില്ല. പക്ഷെ മറ്റ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലൊക്കെയും അമ്മയുടെ ജനനത്തെ പറ്റിയും മരണത്തെ പറ്റിയും ഒക്കെയും ഒത്തിരി അധികം പ്രതിപാദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് യാക്കോബിന്റെ സെപ്രോ. അതിൽ പരിശുദ്ധ അമ്മയുടെ നിര്യാണത്തെ പറ്റി വിശദമായി വർണ്ണിക്കുന്നുണ്ട്. അമ്മ മരിക്കുവാനായി കിടക്കുമ്പോൾ അമ്മയുടെ വലിയ ആഗ്രഹമാണ് തൻ്റെ മകനെ കാണണം എന്ന്. പ്രാർത്ഥനയുടെ ഒടുവിൽ യേശു തമ്പുരാൻ അമ്മയ്ക്ക് പ്രത്യക്ഷയാവുകയും യേശു തമ്പുരാൻ ചോദിക്കുകയാണ് എന്താഗ്രഹമാണ് അമ്മയ്ക്ക് വേണ്ടത് എന്ന്. അമ്മ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ നാമത്തിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, എൻ്റെ നാമത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും കുർബാന ചൊല്ലിയാൽ അത് ഉടൻ തന്നെ കേൾക്കപ്പെടണം എന്ന്. മരണത്തിന്റെ നാഴികയിൽ ഒത്തിരി അധികം ആളുകൾ ആ കൊച്ചു ഭവനത്തിൽ കൂടുകയാണ്. ആർക്കും അമ്മയുടെ അടുക്കിലേക്ക് സമീപിക്കുവാൻ സാധിക്കാത്ത തലത്തിലുള്ള വലിയ തിരക്ക് ആ ഭവനത്തിൽ അനുഭവപ്പെടുകയാണ്. പക്ഷെ ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും ആ ഭവനത്തിന്റെ ഭിത്തിയിൽ തൊട്ടാൽ ഉടനടി അവർ സൗഖ്യപ്പെട്ടു എന്ന്. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പിലേക്ക് നാം പ്രവേശിക്കുവാനായി നമ്മെ തന്നെ ഒരുക്കുകയാണ്. എന്തിനാണ് ഈ പരിശുദ്ധമായ നോമ്പ് നാം നോക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഈ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ഒക്കെയും പ്രസക്തി എന്താണ്? സ്വർഗീയനായ ഒരുവൻ സാധാരണ വേഷം ധരിച്ച് കന്യകയുടെ ഉദരത്തിൽ പാർത്ത് സാധാരണ ഒരു ജീവിതം നയിച്ച് ഒരു കീറ്റുശീലയിൽ പൊതിഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുകയാണ്. സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ആകെ സ്വന്തമെന്ന് കരുതിയ തൻ്റെ ശരീരം നമുക്ക് വേണ്ടി വിഭജിച്ച് നൽകുകയാണ്.
തൻ്റെ അടുക്കിലേക്ക് വരുന്ന ആർക്കും വിശക്കുകയില്ല, ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം ശരീരത്തെ തന്നെ നമുക്ക് വേണ്ടി നിത്യജീവനായി നമുക്ക് വേണ്ടി വിഭാഗിച്ച് നൽകുകയാണ്. കൂട്ടുകാരന് വേണ്ടി നൽകുവാൻ തക്കവണ്ണം സ്വന്തം ജീവനെ നൽകുന്നതിന് വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഒടുവിൽ സ്വന്തം ജീവൻ തന്നെ തന്റെ സഖാക്കളായ നമുക്ക് വേണ്ടി കാൽവറിയുടെ ഗിരിയഗ്രങ്ങളിൽ അവൻ പൊഴിക്കുകയാണ്. ഒരു സാധാരണ മരക്കഷ്ണത്തെക്കാൾ ഉപരിയായി മാനവരാശിയുടെ പാപങ്ങൾ പേറുന്ന ഒരു വലിയ കുരിശും ചുമന്നുകൊണ്ട്, നമ്മുടെയൊക്കെ പാപങ്ങൾ ചുമന്നുകൊണ്ട് അവൻ ഗോകുൽത്തായുടെ ഗിരിയഗ്രങ്ങളിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഒരു പാട്ടിൽ ചോദിക്കുന്നുണ്ട്, ക്രൂശിൽ കണ്ടു ഞാൻ നിന്റെ സ്നേഹത്തെ, ആഴമാർന്ന നിന്റെ വലിയ കരുണയെ. പിന്നീട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, പകരം നിനക്ക് എന്ത് നൽകും ഞാനിനി? പകരം നിനക്ക് എന്ത് നൽകും ഞാനിനി? ആ സ്നേഹത്തിനും ഈ കരുതലിനുമൊക്കെ എങ്ങനെയാണ്, എന്താണ് പകരം നൽകുവാനായി നമുക്ക് സാധിക്കുന്നത്? പരിശുദ്ധമായ നോമ്പ് അതിനുള്ള ഒരു സാഹചര്യമാണ്, ഒരു ഇടമാണ്. പരിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധമായ നോമ്പിനെ വിശേഷിപ്പിക്കുന്നത് നോമ്പ് മനുഷ്യനെ മാലാഖമാരാക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ മാലാഖമാരായി തീരുവാനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ദിനങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിനങ്ങൾ. അതിയായ പ്രാധാന്യത്തോടുകൂടി, അതിയായ കരുതലോടുകൂടി, അതിയായ ജീവിത വിശുദ്ധിയോടുകൂടി നമുക്കേവർക്കും ഈ പരിശുദ്ധമായ നോമ്പിൽ പങ്കാളികളാകാം. ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനയുടെ ഒരു ചെറിയ പങ്കെങ്കിലും നമുക്കും അത് ഏൽക്കാം. അങ്ങനെ 50 ദിനരാത്രങ്ങൾക്ക് ശേഷം കുരിശിലേക്ക് നോക്കിയുള്ള ഈ യാത്ര ആരംഭിക്കുമ്പോൾ അവസാനം ആ കുരിശിന്റെ ചുവട്ടിലുള്ള മാലാഖമാരായി തീരുവാനും ഏറ്റവും ഒടുവിൽ മറ്റൊരു ക്രിസ്തുവായി തീരുവാനും നമുക്ക് ഇടയാകണം. കനാവിലെ കല്യാണ ഭവനം നമുക്ക് നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. എന്താണ്? ഏറ്റവും വീര്യം കുറഞ്ഞ ഒരു ലഹരിയായിരുന്നു ആദ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവും ശിഷ്യന്മാരും മാതാവും ഒക്കെയും അവരുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലുകളും ഒക്കെയും നിറവിൻ്റെ തലങ്ങളിലേക്ക് ആ ഭവനം മാറുകയാണ്. നമുക്ക് ക്ഷണിക്കാം ഈ 50 ദിവസങ്ങൾ. ഇന്നലകൾ എന്തുമാവട്ടെ ഈ 50 ദിനങ്ങളിൽ നമുക്ക് അനുദപിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹൃദയമാകുന്ന ഭവനങ്ങളിലേക്ക് നമുക്കും യേശുവിനെ വിളിക്കാം, ദൈവമാതാവിനെ വിളിക്കാം, ശിഷ്യന്മാരെ വിളിക്കാം, പരിശുദ്ധന്മാരെ വിളിക്കാം. അങ്ങനെ സ്വർഗതുല്യമായ തലങ്ങളിലേക്ക് നമുക്ക് 50 ദിവസങ്ങൾക്കപ്പുറം ആയിത്തീർന്ന് മറ്റൊരു മാലാഖയായി തീർന്ന് ദൈവത്തെ സ്തുതിച്ച് കീർത്തിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ ഒരുക്കാം. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഇതിനൊക്കെയും നേതൃത്വം നൽകണം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അധികം ആഗ്രഹമുണ്ട് ഈ നോമ്പൊക്കെ നോക്കുവാനായിട്ട്. പലപ്പോഴും നമ്മൾ അവരെ അതിൽ നോക്കിയും പിന്തിരിപ്പിക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ യുവാക്കളെയും എല്ലാവരെയും ഇതിൽ പ്രോത്സാഹിപ്പിക്കുകയും ഇതിൽ നിന്നും ലഭിക്കുന്നതായ സുഹൃതങ്ങളെ പകർന്നു നൽകുവാനും അത്തരത്തിൽ മറ്റൊരു മാലാഖ കുഞ്ഞുങ്ങളാക്കുവാൻ നാം ഉത്സാഹിക്കണം. അതിനുവേണ്ടി നാം തയ്യാറാകണം. അത്തരത്തിൽ ഈ പരിശുദ്ധമായ നോമ്പ് സമാധാനത്തോടുകൂടി കടന്നു വരുവാനും അത് നമുക്ക് നിത്യമായ സമാധാനം ജീവിതത്തിൽ ഏകുവാനും നമ്മുടെ ഈ പരിശുദ്ധമായ നോമ്പ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് ഞാൻ അടിവര കുറിക്കുകയാണ്. ദൈവം നമ്മേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.